ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ മേഖലയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടിരിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ TC മാത്യു നമ്മോടൊപ്പമുണ്ട്. ശ്രീ TC മാത്യു, വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇലക്ഷന്റെ കാലമാണ്, ഇലക്ഷന് തൊട്ടു മുമ്പുള്ള ഇടക്കാല ബജറ്റാണ്. പക്ഷേ ആ നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് അങ്ങ് ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്? പ്രതീക്ഷകള് ജനങ്ങൾക്ക് കുറെ പ്രതീക്ഷകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഒപ്പം തന്നെ ആ പ്രതീക്ഷകളെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പല സൂചനകളും പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായി. പ്രത്യേകിച്ചും BJP കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ നടക്കും എന്ന രീതിയിലുള്ള സൂചനകളുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ താല്പര്യത്തോടു കൂടി എല്ലാവരും ഇതിനെ നോക്കിയിരുന്നത്. അപ്പൊ എല്ലാ വിഭാഗങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നായിരുന്നു കണക്കുകൂട്ടൽ. അതൊന്നും ഉണ്ടായില്ല. അതിന്റെ ഒരു നിരാശ പല മേഖലകളിലും കാണാമെന്ന് ഉള്ളതും വ്യക്തമാണ്. നമുക്ക് അറിയാവുന്ന ഒരു ഓഹരി വിപണിയൊക്കെ ആണെങ്കിൽ അതിന്റെ തുടക്കത്തിൽ നല്ല ഉയരത്തിലായിരുന്ന വിപണി ഒത്തിരി താഴെയാണ് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ. അത് ഒരു പ്രശ്നം. ഓഹരി വിപണിയുടെ വിലയിരുത്തലൊന്നും അല്ല ഒരു ബജറ്റിന്റെ ശരിയായ വിലയിരുത്തലെന്ന് ഉള്ള വിശ്വാസക്കാരനുമാണ് ഞാൻ. ബജറ്റിനെ സംബന്ധിച്ചും 2-3 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, ചില മേഖലകളിൽ അർഹമായ വളർച്ചയ്ക്കുള്ള ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് നമ്മുടെ രാസവള സബ്സിഡിയുടെ കാര്യത്തിലും മറ്റും അത് വ്യക്തമാണ്. അതുപോലെ ഗ്രാമീണ വികസന പരിപാടികളുടെ കാര്യത്തിൽ പരിപാടികളെ പറ്റി ഒത്തിരി വിശദമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. സ്ത്രീകളെ രക്ഷിക്കുന്നു, യുവാക്കളെ രക്ഷിക്കുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പല ഊന്നലുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് വെച്ചിരിക്കുന്ന തുകകൾ നോക്കുമ്പോൾ അത് വലിയ കാര്യമായ പുരോഗതിയൊന്നും കാണുന്നില്ല. അതൊരു വിഷയം. ഇപ്പോൾ ഗ്രാമീണ വികസനത്തിന് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിരുന്ന ആ തുകയിൽ നിന്ന് ഏതാണ്ട് ഒരു 30,000 കോടി രൂപ മാത്രം, 2,38,000 കോടി ഉണ്ടായിരുന്നത് 2,65,000 കോടിയാക്കിയിരിക്കുന്നത് മാത്രം. അതായത് സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലേഷന്റെ വർധന മാത്രം. അത് ഗവൺമെന്റിന്റെ എല്ലാ ബജറ്റ് ഇനങ്ങളിലും ഏതാണ്ട് 10% വർധനയുണ്ട്. ആ വർധന മാത്രമാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രതിരോധ മേഖലയ്ക്കും ഈ പറയുന്ന പോലുള്ള ഊന്നലൊന്നും കൊടുത്തിട്ടില്ല. ഈ വർഷം 4.56 ലക്ഷം കോടി രൂപ ചെലവാക്കുന്നുണ്ട്. അടുത്ത വർഷം അത് 4.55 ലക്ഷം കോടി രൂപ മാത്രമാണ്. അപ്പോൾ പ്രതിരോധ മേഖലയുടെ കാര്യത്തിൽ ഒത്തിരി വെല്ലുവിളികൾ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അക്കാര്യത്തിൽ കാര്യമായ ഇതൊന്നും ഉണ്ടായില്ല എന്നുള്ളത് കഷ്ടമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വർഷത്തെ പദ്ധതി മൂലധന ചെലവിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഈ വർഷത്തെ മൂലധന ചെലവായിട്ട് സർക്കാർ പറഞ്ഞിരുന്ന തുകയിൽ നിന്ന് വളരെ കുറഞ്ഞ ഒരു തുകയാണ് ചെലവാക്കിയിട്ടുള്ളത്. 13.1 ലക്ഷം കോടി രൂപ ചെലവാക്കുമെന്ന് പറഞ്ഞു. അത് നേരെ കുറഞ്ഞ് 12.71 ലക്ഷം കോടി രൂപയായി. അതായത് 1 ലക്ഷം കോടി രൂപയുടെ കുറവ്. റോഡുകളും പാലങ്ങളും മറ്റു തുറമുഖങ്ങളും ഒക്കെ നിർമ്മിച്ച് രാജ്യം ഇങ്ങനെ അതിവേഗ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ മുഖ്യഭാഗമായ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 1 ലക്ഷം കോടി രൂപ കൊണ്ട് കുറഞ്ഞു, ഏതാണ്ട് 13% കുറവ്. അത് ഏത് രീതിയിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് വ്യക്തമല്ല. ഗവൺമെന്റ് കമ്മി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വാശി പിടിക്കണമെന്ന് നിർബന്ധിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിനു വേണ്ടിയിട്ട് മൂലധന ചെലവിലാണോ കുറവ് വരുത്തേണ്ടത് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. അതേസമയം റവന്യൂവിൽ ആ രീതിയിലുള്ള ആ തോതിലുള്ള ഒരു കുറവ് വന്നിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് വളരെ കൂടുതൽ തുക വെച്ചിട്ടുണ്ട്, 17% വർധനയുണ്ട് എന്നെല്ലാം ഗവൺമെന്റ് പറയുന്നതും ഈ കൊല്ലത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ ഇത് തുക വെട്ടിക്കുറച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഗവൺമെന്റിന്റെ മൂന്നാമത്തെ ഒരു കാര്യം ഇതാണ്, വളരെ കർശനമായിട്ട് തന്നെ കമ്മി കുറച്ച് നിർത്തണം എന്നുള്ള വാശി പിടിക്കുന്നു. അത് ഒരർത്ഥത്തിൽ നല്ലതാണ്. കാരണം കമ്മി അധികം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കടമെടുക്കേണ്ടി വരും. അങ്ങനെ കടമെടുത്താൽ 2 പ്രശ്നങ്ങൾ. ഒന്ന്, അതിന് അടുത്ത വർഷം മുതൽ പലിശ കൊടുക്കണം. 2, അത് സർക്കാർ കടമെടുക്കുമ്പോൾ വിപണിയിലെ മറ്റ് വ്യവസായ മേഖലയ്ക്ക്, സ്വകാര്യ മേഖലയ്ക്ക് കടമെടുക്കുന്നതിനുള്ള സാധ്യത കുറയുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും ആ സമീപനം ശരിയാണ്. പക്ഷേ നമ്മുടെ പ്രധാന പ്രശ്നം, നമ്മുടെ രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാകണം. അത് ഒരു ഭാഗം. അങ്ങനെ ഇതിൻ്റെ അകത്ത് വികസനം വരികയുള്ളൂ എന്ന് എല്ലാവരും പറയുന്നുണ്ട്, ഈ ഗവൺമെന്റും പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, മൂലധന നിക്ഷേപം വർദ്ധിക്കണം. മൂലധന നിക്ഷേപം വർദ്ധിക്കാനായിട്ട് ഈ വർഷങ്ങളിലെല്ലാം ശ്രമിച്ചിട്ടും സ്വകാര്യ മേഖലയുടെ മൂലധന നിക്ഷേപത്തിൽ പ്രസക്തമായി ഒരു വർധനയും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് പുതുതായിട്ട് തൊഴിലുകൾ സൃഷ്ടിക്കാൻ ഈ വ്യവസായ മേഖല തയ്യാറായിട്ടില്ല. 4-5 വർഷമായിട്ട് നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നമാണ്. ഇവിടെ തൊഴിലില്ലായ്മയുടെ
രൂപത്തിലാണ് നമ്മളതിനെ അനുഭവിക്കുന്നത്. ആ സാധ്യത അത് ഇവർക്ക് കൂടുതൽ വായ്പ എടുക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്ന് പ്രോജക്റ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും വരാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത അവർക്ക് മാത്രം കൊടുത്തതുകൊണ്ട് എന്ത് പ്രയോജനം എന്നും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഈ കമ്മി സംബന്ധിച്ച പഠനങ്ങളും മറ്റും കാണിക്കുന്നത് എല്ലായ്പ്പോഴും കമ്മി ഒരു പാവമല്ല എന്നാണ്. നമ്മൾ മൂലധന നിക്ഷേപത്തിനായിട്ട് കൂടുതൽ വായ്പ എടുക്കുമ്പോൾ ആരും അതിനെ കുറ്റപ്പെടുത്തില്ല. നമ്മുടെ റവന്യൂ കമ്മിയിലേക്ക് നികത്താനായിട്ട് കടമെടുക്കുമ്പോഴാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് കൃഷിക്കാർക്കുള്ള PM കിസാൻ പദ്ധതിയിലും മറ്റുമൊക്കെ കുറച്ചുകൂടെ വർധന. അത് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു വർധനയുമില്ല. കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ തുക മാത്രമാണ് അടുത്ത വർഷത്തേക്ക് നീക്കി വയ്ക്കുന്നത്. അത് തന്നെ തൊഴിൽ ഉറപ്പ് പദ്ധതിയുടെ കാര്യത്തിലും അതുപോലെ മറ്റ് ഗ്രാമീണ വികസനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന അടക്കമുള്ള കാര്യങ്ങളിലും അത്രയുമൊക്കെ തുകയെ മാറ്റിവെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വർഷത്തിൽ നിന്ന് കൂടുതലായ ഒരു വളർച്ച ആ മേഖലകളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാനില്ല എന്നുള്ള പ്രധാന വശം കിടക്കുന്നു. അപ്പോൾ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് നികുതി കൂട്ടിയില്ല, നികുതി കുറച്ചില്ല, അത് മറ്റൊരു വശമാണ്. അത് ഈ വർഷം ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് അത് ചെയ്യേണ്ട എന്ന് വെച്ചു. 2019 അങ്ങനെ ആയിരുന്നില്ല ചെയ്തത് എന്നുള്ളത് മാത്രം എടുത്തു പറയാം. ആ വർഷം നികുതി കാര്യത്തിൽ ഒത്തിരി മാറ്റം വരുത്തി, പുതിയ സ്കീമുകൾ വലുതും പ്രഖ്യാപിച്ചു. അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് അവതരണം അന്ന് നടത്തിയിരുന്നു. അപ്പോൾ ആ ചൂട് പിടിച്ചാകും ഇത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് എല്ലാവരും വലിയ പ്രതീക്ഷകൾ ഇതിനെപ്പറ്റി വെച്ചിരുന്നത്. ഏതായിരുന്നാലും നിർമ്മലാ സീതാരാമൻ തന്റെ ഈ ടൈമിലെ അവസാനത്തെ ബജറ്റിൽ അങ്ങനെയുള്ള ഇതികൾക്കൊന്നും പോയില്ല. ആയുള്ളത് പ്രസംഗത്തിൽ ഉടനീളം വീണ്ടും തെരഞ്ഞെടുക്കണമെന്നുള്ള ധ്വനി വരുത്തുന്ന രീതിയിൽ ഉള്ള പ്രഖ്യാപനങ്ങളാണ്. ഈ ബജറ്റിലെ ഒരു വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ആശാ വർക്കർമാർക്ക്, അംഗൻവാടി ജീവനക്കാർക്ക് ഒക്കെ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഇൻഷുറൻസ് സ്കീം ഏർപ്പെടുത്തിയതാണ്. അത് സർക്കാരിന് വലിയ ചെലവൊന്നുമില്ലെങ്കിലും അനുഭവിക്കുന്ന ആ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയ ആശ്വാസമാകും. അവർക്ക് റെഗുലറായിട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെ ഈ ഒരു ഉറപ്പ് കൂടി ലഭിക്കുന്നത് അവരെ സംബന്ധിച്ച് വളരെ സഹായകമാകും. അത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ചെറിയ കാര്യങ്ങളാണെങ്കിലും അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു വിഭാഗത്തെ ശ്രദ്ധിച്ചു എന്നുള്ളതിന് ഗവൺമെന്റും നിർമ്മലാ സീതാരാമനും അഭിനന്ദനം അറിയിക്കുന്നു. അത് ന്യായമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ കമ്മി പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വികസന പരിപാടികൾ, പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ വികസനം നമ്മൾ ഉഴപ്പുന്നത് അത്ര ഒരു നല്ല ഇതൊക്കെ അല്ല. തന്നെയുമല്ല തൊഴിൽ വർധനയ്ക്ക് അത് സഹായകവുമല്ല. തൊഴിൽ വർദ്ധിപ്പിക്കുക. ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ ചില പ്രഖ്യാപനങ്ങൾ കണ്ടിരുന്നു. ടൂറിസം മേഖലയിൽ സ്വകാര്യ മേഖലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഇപ്പം അതോടൊപ്പം തന്നെ അങ്ങ് കുറച്ചു മുമ്പ് പറഞ്ഞൊരു കാര്യം തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യ നിക്ഷേപ സൗഹൃദ രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്, നിരവധിയായിട്ടുള്ള പശ്ചാത്തല വികസനത്തിൽ നമ്മൾ റെക്കോർഡ് വേഗം കൈവരിച്ചിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ പരാമർശങ്ങളായിരുന്നു ഈ ബജറ്റ് അവതരണത്തിൽ ഉടനീളം കേട്ടത്. പക്ഷേ അതൊക്കെയും ശരിക്കും അതിൻ്റെയൊക്കെ ഒരു നിജസ്ഥിതി എന്താണ്? നിജസ്ഥിതി ഇപ്പൊ 10 വർഷത്തെ ഞങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ഞങ്ങളുടെ ഗവൺമെന്റ് അവതരിപ്പിക്കുമ്പോൾ അതിനെ വിമർശിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കാരണം ഞങ്ങളുടെ ഭരണം നല്ലതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നില്ല. അതിന്റെ കണക്കുകളുടെ വിശ്വാസ്യത അത് ഈ ഒരവസരത്തിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ കണക്കുകളെല്ലാം പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ വിശ്വാസ്യതയെ പറ്റിയൊന്നും പറയുന്നില്ല. ഭരണത്തിന്റെ നേട്ടങ്ങൾ ഒത്തിരി ഉണ്ട് എന്ന് അവർക്ക് പെരുമ്പറ കൊട്ടാം. അത് ചെയ്തു. അത് അവരുടെ ഒരു അവകാശമാണ് എന്നുള്ളത് മാത്രം അംഗീകരിക്കുന്നത്. മറ്റേത് ഗവൺമെന്റ് ആണെങ്കിലും ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നു ഇങ്ങനെ വലിയ നേട്ടങ്ങളൊക്കെ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വലിയ വാക്കുകൾ പാലിച്ചിട്ടാണ് എന്നൊക്കെ പറയും. അതിപ്പോ രാഷ്ട്രീയമാണ്, ഏത് കാലത്തും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ഇവിടെ ഈ പ്രസക്തമായ കാര്യം, പുതിയ ഒരു കാര്യവും ഈ ബജറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളതും വേണ്ട മേഖലകളിൽ കാര്യമായ ആനുകാലികമായ ഒരു വർധന വരുത്തിയിട്ടില്ല എന്നുള്ളതുമാണ്. ഇപ്പോൾ കൃഷിക്കാരുടെ കാര്യത്തിൽ PM കിസാൻ എന്ന് പറഞ്ഞുകൊണ്ട് 5 വർഷം മുമ്പ് ഏർപ്പെടുത്തിയ അതേ തുക തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. മറ്റ് ജീവിത സാഹചര്യങ്ങൾ മാറിയപ്പോൾ മിക്കവാറും എല്ലാവർക്കും അതിന്റെ ഇരട്ടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിന് ആനുപാതികമായ ഒരു വർധന പോലും നാമമാത്രമായ ഒരു വർധന പോലും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ടൂറിസം പദ്ധതികൾ അടക്കമുള്ള പല കാര്യങ്ങളിലും സ്വകാര്യ മേഖലയെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിപ്പോൾ തന്നെ ടൂറിസം പദ്ധതികൾ കൂടുതലും നടപ്പാക്കുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്കീമുകളിൽ ഭൂരിപക്ഷവും അങ്ങനെയാണ്. അതിൽ തന്നെ ഒരു വലിയ കുറ്റമോ ദോഷമോ അല്ല.
പിന്നെ ടൂറിസം രംഗത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെന്റുകളാണ് എന്നുള്ളതുണ്ട്. കാരണം സ്ഥലങ്ങളിലെ പശ്ചാത്തല വികസനം അടക്കമുള്ള കാര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരുകളാണ് ഉത്തരവാദികൾ. അവര് ആണ് അത് ചെയ്യേണ്ടത്. അതിനകത്ത് കേന്ദ്രത്തിന് വലിയ ഒരു ബജറ്റുമില്ല, വലിയ റോളുമില്ല. ഗവൺമെന്റിനുള്ള റോള് ഈ രാജ്യത്തെ മറ്റെല്ലാ കാര്യങ്ങളും ഭദ്രമാണ് എന്ന് ഉറപ്പുവരുത്തി ജനങ്ങളെ വിദേശത്തുനിന്നുള്ള ആൾക്കാരെ ആകർഷിക്കുക എന്നുള്ളതാണ്. പിന്നെ വലിയ തുകകളെ പറ്റി പറയുന്നത് പലതും കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്ന കാര്യങ്ങളും ഇനി 5 വർഷം കൊണ്ട് നടത്താനിരിക്കുന്ന കാര്യങ്ങളുമാണ്. അത് ഇപ്പോൾ എത്രമാത്രം ഈ വർഷം പ്രായോഗികമാകും എന്നൊക്കെയുള്ളത് അന്വേഷിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ 2 കോടി പുതിയ പാർപ്പിടം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. 2 കോടി പുതിയ പാർപ്പിടം PM ആവാസ് യോജനയിൽ ഉണ്ടാക്കാൻ പോകുന്ന 5 കൊല്ലം കൊണ്ടാണ്. അതേസമയം ഈ വർഷം അതിന്റെ തുക കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഒട്ടും കൂട്ടിയിട്ടില്ല. അതേ തുക തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. നാമമാത്രമായ ഈ ആനുകാലിക വർധന മാത്രമേ അതിൻ്റെ അകത്ത് വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ പുരപ്പുറ സൗരോർജ്ജ പദ്ധതി അതിന്റെയും പ്രഖ്യാപനം വളരെ വലുതായിരുന്നു. അയോധ്യയിലെ ചടങ്ങിൽ വെച്ചാണ് പ്രഖ്യാപനമൊക്കെ ഉണ്ടായത്. ആ ചടങ്ങിന് ശേഷമാണ് പ്രഖ്യാപനം ഉണ്ടായത്. അതൊക്കെ കേമപ്പെട്ട കാര്യം തന്നെ. പക്ഷേ അതിനും കാര്യമായ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. പിന്നെ ഈ പറയുന്ന സൗരോർജ്ജ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പരിചിതരായ കുറെ വ്യവസായികളാണ്. അല്ലാത്ത പുതിയ ആൾക്കാരൊന്നും അതിൻ്റെ അകത്തേക്ക് കടത്തി വരുന്നില്ല. അത് ചെറുകിട വ്യവസായ മേഖലയ്ക്കൊന്നും കാര്യമായ റോളും ഇല്ല അതിൻ്റെ അകത്ത്. അവർക്ക് വല്ല ഈ പറയുന്ന സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്ന ജോലിയും മറ്റുമൊക്കെ കിട്ടുകയുള്ളൂ. അതിൻ്റെ മുഖ്യഭാഗം പ്രധാനപ്പെട്ട സബ്സിഡിയൊക്കെ കിട്ടാൻ പോകുന്ന അവർക്കാണ്. അവരാണ് വില നിശ്ചയിച്ച് സബ്സിഡിയുടെ എലിമെന്റ് അവർ കൊണ്ടുപോകും. പിന്നെ ഉള്ളത് ഇത് നടത്തിപ്പുകാർക്ക് ചെറിയ കമ്മീഷൻ കിട്ടുന്ന ഒരു കാര്യം മാത്രമാണത്. അതിന് ഉള്ള സൗരോർജ്ജ പാനലുകളുടെയൊക്കെ നിർമ്മാണവും അല്ലെങ്കിൽ മറ്റ് ഗ്രീൻ എനർജി കാര്യങ്ങളുടെ ഉൽപാദനമൊക്കെ വലിയ 2-3 കമ്പനികളുടെ കയ്യിലായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും കൂടി ഉണ്ട് ഇതിനർത്ഥം. ഏതായിരുന്നാലും അത് നല്ല കാര്യമാണ്. പക്ഷേ ഈ 5 വർഷത്തേക്ക് ഉള്ള വിശാലമായ കണക്കാണ് നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷം എത്ര നടക്കുമെന്നുള്ള ഒരു കണക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 2 കോടി വീടുകൾ ഉണ്ടാക്കുമെങ്കിൽ ഈ വർഷം 40 ലക്ഷം ഉണ്ടാക്കുമോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. കഴിഞ്ഞ വർഷത്തെ അത്രയും ബജറ്റ് മാത്രമേ ഉള്ളപ്പോൾ കഴിഞ്ഞ വർഷത്തെ തോതിലുള്ള ഭവന നിർമ്മാണമേ നടക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രഖ്യാപനം മാത്രമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ തോതിലുള്ള അലോക്കേഷനുകളൊന്നും അല്ലെങ്കിൽ വിഹിതങ്ങളൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. ശ്രീ TC മാത്യു, ഇതിൽ നമ്മൾ ഈ ബജറ്റിൽ വളരെ അങ്ങ് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാർഷിക മേഖല അത് വലിയ രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. റബ്ബർ കർഷകർ അവരുടെ താങ്ങുവില 250 ആക്കിയൊക്കെ ഉയർത്തണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. നെല്ലിന് താങ്ങുവില എന്നുള്ള കാര്യം കാലങ്ങളായി ആവശ്യപ്പെടുന്നൊരു സംഭവമാണ്. പക്ഷേ അതിലൊന്നും തന്നെ നടപടികൾ ഉണ്ടായിട്ടില്ല. അതും പരാമർശിക്കപ്പെട്ടു പോലുമില്ല എന്നുള്ളതാണ് ഖേദകരം. അല്ല, ഇത് രണ്ടും കേന്ദ്രം ഏറ്റെടുത്തിട്ടില്ല ആ വിഷയങ്ങൾ എന്നുള്ളതാണ് വ്യക്തം. അതായത് റബ്ബറിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് മാത്രമാണല്ലോ എന്തെങ്കിലും ചെയ്യുന്നത്. നെല്ലിന്റെ കാര്യത്തിലും സർക്കാരിന്റെ സംഭരണം എന്ന് പറയുന്ന സംസ്ഥാന ഏജൻസികൾ വഴിയാണ്. കേന്ദ്ര ഗവൺമെന്റ് അതിൻ്റെ അകത്ത് ചെറിയ തുകയും മുടക്കുന്നുള്ളൂ. അതൊക്കെ ഒരു വസ്തുതയാണ്. നെല്ലിന്റെ അവരുടെ സംഭരണ വില വർദ്ധിപ്പിക്കുന്നത് ബജറ്റിലല്ല പ്രഖ്യാപിക്കുക, മറ്റ് അവസരങ്ങളിലാണ് പ്രഖ്യാപിക്കുക. വർഷത്തിൽ 2 തവണയായിട്ട് റാബിയുടെയും ഖാരിഫിന്റെയും സംഭരണ വിലകൾ പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ അത് ഈ ബജറ്റിൽ ഇല്ല എന്നുള്ളത് ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. പിന്നെ റബ്ബറിന്റെ കാര്യത്തിൽ അതിനൊരു താങ്ങുവില ഏർപ്പെടുത്തണോ വേണ്ടയോ എന്ന് കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അവിടെ വലിയ പ്രതീക്ഷ അക്കാര്യത്തിൽ വെക്കണ്ടായെന്നും വേണമെങ്കിൽ പറയാം. കാർഷിക മേഖലയ്ക്ക് ഈ പറയുന്ന വലിയ പ്രാധാന്യമൊന്നും അവർ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വാചകം മാത്രമാണ് ഇപ്പോഴും അതിൻ്റെ അകത്ത് കാണാറുള്ളത്. പക്ഷേ സർക്കാർ ഇത് പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് 4 പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് സ്ത്രീകള്, ദരിദ്രര്, യുവാക്കള്, അതിൽ അന്നദാതാക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫാർമേഴ്സിന് ഈ 4 മേഖലയാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. അത് കേൾക്കുമ്പോൾ കർഷകർക്കും സന്തോഷം വരുമല്ലോ. അതെ അതെ, എല്ലാ പൗരസമൂഹത്തെ മൊത്തം രസിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്നുള്ളതും ഭരണകൂടത്തിന്റെ ഒരു ചുമതലയാണ്. അപ്പോൾ അവർക്ക് അത്ര നേരമെങ്കിലും ഏതാനും ദിവസത്തേക്കെങ്കിലും ഒരു സന്തോഷം തോന്നുമല്ലോ, ഞങ്ങളെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് ഇന്ത്യയുടെ ഗവൺമെന്റ് അംഗീകരിക്കുന്നു എന്നുള്ളത്. അതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന് മാത്രം. വാചകം മാത്രമേ ഉള്ളൂ എന്ന് വേറൊരു രീതിയിലും പറയാം. തീർച്ചയായും ഒരു ജനപ്രിയ ബജറ്റ് എന്ന നിലയ്ക്ക് വാക്കാൽ പോലും പറയാൻ കഴിയാത്ത നിലയ്ക്കുള്ള ഒരു ഇടക്കാല ബജറ്റ് അവതരണം, വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമായി ചുരുങ്ങുന്ന ഒരു സാഹചര്യം അല്ലേ?
അതെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇടക്കാല ബജറ്റ് എന്ന് പറഞ്ഞ് എല്ലാ തവണയും വരുന്നോ അതിൻ്റെ അത് വല്ലതും ഉണ്ടാകാറുണ്ട്. ഇത്തവണ വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ എന്ന് മന്ത്രി പറഞ്ഞാൽ ഈ പ്രസംഗം ശ്രമിക്കാനായിട്ട് ആരും പോയിരിക്കേണ്ട പോലും കാര്യമില്ലായിരുന്നു. ഇതിപ്പോ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ടി വികളിലെല്ലാം കാണിക്കുന്ന പലയിടത്തും ഒക്കെ വലിയ വലിയ സദസ്സുകൾ ഇങ്ങനെ ഇത് കേൾക്കാനായിട്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രതികരണം കൊടുക്കാൻ ഒന്നും ഉണ്ടായില്ല. കണക്ക് മാത്രം അവതരിപ്പിച്ചു. അടുത്ത വർഷം ഇത്ര കാശ് കിട്ടും, അതിൽ നിന്ന് ഇത്ര ചെലവാക്കും. വളരെ നന്ദി ശ്രീ ടി സി മാത്യു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ജനപ്രിയ ബജറ്റ് എന്ന് ഭംഗിവാക്ക് പോലും പറയാൻ കഴിയാത്ത നിലയ്ക്കുള്ള ഒരു ബജറ്റ് അവതരണമാണ് കഴിഞ്ഞത്. വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമായി ഒതുങ്ങുന്ന ഒരു ഇടക്കാല ബജറ്റ്